ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീടിൻ്റെ പ്ലാനോ 3Dയോ ഒന്നുമല്ല. നമ്മളൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കും. ഓൾറെഡി നമുക്കുള്ള പ്ലോട്ടാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല. പുതിയൊരു പ്ലോട്ട് വാങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചാണ്. അതായത് ഓണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ പേരിലേക്ക് മാറ്റാവുന്ന രീതിയിലുള്ള ഓണർഷിപ്പ് തന്നെയാണോ. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം, ലാസ്റ്റ് വീക്ക് കോട്ടയത്തുള്ള ഒരു പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് വീടിൻ്റെ പ്ലാനും 3Dയും ഒക്കെ ചെയ്തു കൊടുത്തത് ഞാൻ തന്നെയാണ്. അദ്ദേഹം പ്ലോട്ടിൻ്റെ മെഷർമെൻ്റ് ഒക്കെ അയച്ചു തന്നു. അതിനനുസരിച്ചിട്ടുള്ള പ്ലാനും അതുപോലെ 3Dയും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. ഏകദേശം ലാസ്റ്റ് വീക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ആ ഒരു പ്ലോട്ടിന് എന്തോ ഒരു ഓണർഷിപ്പിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഏതോ ഒരാളുടെ കെയർ ഓഫിലാണ് ഈ ഒരു പ്ലോട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ പ്ലോട്ടിൻ്റെ സ്കെച്ചൊക്കെ എനിക്ക് കിട്ടി, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ അദ്ദേഹം നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പ്ലോട്ടിന് ഇദ്ദേഹത്തിൻ്റെ അച്ഛന്, ഈ പ്ലോട്ട് വിൽക്കുന്ന ആളുടെ അച്ഛന് 2-3 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു മകൻ ഈ അച്ഛനെ നിർബന്ധിച്ച് പ്ലോട്ട് വിൽപ്പിക്കുകയോ അങ്ങനെ എന്തോ ഇഷ്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു, ഇപ്പം ഓക്കെ ആയി. പക്ഷേ നമ്മളെപ്പോഴും വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരിലേക്ക് പെട്ടെന്ന് മാറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്ലോട്ടിലേക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വഴി ഉണ്ടോ എന്ന് നോക്കുക. മിനിമം ഒരു 3 മീറ്റർ വീതിയുള്ള ഒരു റോഡെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ വീട് നിർമ്മാണ സമയത്ത് അത് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കുന്നതാണ്. അതായത് മെറ്റീരിയലൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്ലോട്ടിലേക്ക് തന്നെ ഇറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേബേഴ്സിൻ്റെ ചാർജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൂന്നാമതായിട്ട് പറയാനുള്ളത്, പ്ലോട്ട് നല്ല നിരപ്പായിട്ടുള്ള പ്ലോട്ട് തന്നെയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പ്ലോട്ടിൽ നിരപ്പായിട്ടുള്ള പ്ലോട്ട് അല്ലെങ്കിൽ നമ്മളതൊക്കെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ആ മണ്ണൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഉറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുളം പുട്ടിങ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമായിട്ട് വരും. നാലാമത്തെ കാര്യം ഇത് തന്നെയാണ്, നമ്മുടെ പ്ലോട്ടിൻ്റെ മണ്ണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അത്യാവശ്യം കട്ടിയുള്ള മണ്ണ് ആണെങ്കിൽ നമ്മുടെ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ്റെ ചാർജ് നമുക്ക് നല്ല രീതിയിൽ കുറയും. അതായത് നോർമലായിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് മതിയാവും, അല്ലെങ്കിൽ കോളം പുട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അഞ്ചാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്ലോട്ടിൽ വെള്ളം അതുപോലെ വൈദ്യുതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. മാക്സിമം നമ്മളൊരു പ്ലോട്ടിൽ ബോർവെല്ലറോ അല്ലെങ്കിൽ കിണറോ നമ്മൾ കുഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീട് നിർമ്മാണ സമയത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ഒക്കെ നമ്മൾ പുറത്തു നിന്ന് വെള്ളം കൊണ്ടുവരുന്ന കാര്യമാകുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് കൂടുന്നതാണ്. അതുപോലെ ഒരു 2 നില അത്യാവശ്യം ഒരു 3-4 ബെഡ്റൂമൊക്കെ നിർമ്മിക്കാൻ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 മീറ്റർ വീതിയും ഒരു 12 മീറ്റർ നീളമുള്ള ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീട് നമുക്കതിൽ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് പ്ലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസും അതുപോലെ നമ്മുടെ വീടിൻ്റെ പ്ലാനും അതുപോലെ 3Dയും ഉള്ള എല്ലാ കാര്യങ്ങളുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.